വളരെ എളുപ്പത്തിലും അതോടൊപ്പം തന്നെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഉള്ളി തണ്ട് തോരനാണ് നമ്മളിന്ന് വെക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ഉള്ളി തണ്ട് എടുത്തിട്ടുണ്ട്. 1 കിലോന് 50 രൂപയാണ് എൻ്റെ നിന്ന് വാങ്ങിയത്. അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 2 ദിവസമായിട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മേലെയുള്ള ഫ്ലവർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതോടൊപ്പം തന്നെ അതിൻ്റെ എൻഡ് ഭാഗത്തുള്ള ആ മൂത്ത തണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വളരെ ചെറുതായിട്ട് ഇത് അരിഞ്ഞു കൊടുക്കാം. അരിയുമ്പോൾ നമുക്ക് കുറേ ഉണ്ടെന്ന് തോന്നിയാലും നമ്മളൊരു 4 പേർക്ക് 1/2 കിലോളം വേണ്ടി വരും കേട്ടോ. നന്നായിട്ട് വേവുമ്പോൾ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ 1/2 കിലോളം എടുത്തിരിക്കുന്നത്. 1/2 കിലോ എടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് ഒന്നുകൂടി നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം. കണ്ടമാനം നമ്മൾ വേസ്റ്റും മണ്ണൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനായിട്ട് നമ്മളൊരു അരപ്പ് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പകുതി നാളികേരവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ജീരകം, നല്ല ജീരകം എടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യമായിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് ഫുള്ളായിട്ട് അരച്ച് പേസ്റ്റ് ആക്കാനായിട്ട് പാടില്ല. ഒരു ഇളം അരവ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇത്രത്തോളം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളൊരു ചീരക്കറിക്ക് ഉണ്ടാക്കുന്ന മോഡലിൽ തന്നെയാണ് ഈ കറി ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അധികം നേരമൊന്നുമില്ല, ഒരു 30 സെക്കൻഡോളം മാത്രമാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ അരവ് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്തായിട്ട് ചീനച്ചട്ടിയുടെ ഉള്ളിൽ, ചീനച്ചട്ടി നമ്മുടെ കയ്യിൽ എന്തുള്ളത് അത് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ നമ്മൾ കുറച്ച് കടുക് പൊട്ടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടത് കുറച്ച് വറ്റൽമുളകാണ്. ഒരു 3 വറ്റൽമുളക് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് കറുത്ത് തുടങ്ങും. അപ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് അടുത്തായിട്ട് ഒരു പകുതി സബോള, അധികം സബോള ഇടാനായിട്ട് പാടില്ല, ഒരു സബോളയിൽ തന്നെ പകുതി കഷ്ണങ്ങൾ നല്ല രീതിയിൽ ചോപ്പ് ചെയ്തിട്ട്, ചെറിയ ചോപ്പിംഗ് അല്ല, ആവറേജ് ഇതിൽ ചോപ്പ് ചെയ്തിട്ട് നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ബ്രൗണിഷായി വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഉപ്പ് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അത്രമാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഞാൻ ആഡ് ചെയ്യാണ്. നമുക്ക് വേണമെങ്കിൽ അരപ്പിക്കോടെ ഈ പച്ചമുളക് ആഡ് ചെയ്യാമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച് എനിക്ക് ഇത്തിരി കൂടി എരിവ് ആവശ്യമായതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ള അരിഞ്ഞ് ചേർക്കുകയാണ്. ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരവ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയതായിട്ടൊന്ന് മൂത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിത്തണ്ട് അതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഇത്ര അധികം ഉണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കി വരുന്ന സമയത്ത് വളരെ കുറവുണ്ടാവുള്ളൂ കേട്ടോ. നന്നായിട്ട് ഉടയും, നന്നായിട്ട് ആവി വലിക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഞാൻ മൂടി വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇനി മൂടി വെച്ചിട്ട് വേവിക്കാം. വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂടി വെച്ചിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഒന്നും പോകാനായിട്ട് പാടില്ല. 1 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റോളം വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂടി വെച്ച് തന്നെ വേവിക്കണം. എന്നാലും നല്ല ടേസ്റ്റുള്ള നമ്മുടെ ഉള്ളി തണ്ട് തോരൻ റെഡി ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂടി വയ്ക്കുന്നത്, എല്ലാ കാര്യം ഞാൻ കാണിക്കുന്നില്ല. ഇടയ്ക്ക് മൂടി വയ്ക്കുന്നുണ്ട്, പിന്നെ തുറക്കുന്നുണ്ട്, ഇളക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ മൂപ്പ് എത്തുന്നവരെ, ആ പച്ചക്കുത്ത് മാറുന്നവരെ ഇളക്കി കൊടുക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു ഉള്ളി തണ്ട് തോരനാണ് നമുക്ക് റെഡി ആവാട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായി തന്നെ വീട്ടിൽ ആർക്കും ഇതിന് പ്രത്യേകിച്ച് സ്കില്ലുകളോ കാര്യങ്ങളോ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള ഒരു കൂട്ടുകറി, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു തോരൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ സാധനമാണ്.